നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 11-ാം തീയതി 1200-ാം ആണ്ട് ധനുമാസം 27-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം, ഉദയനക്ഷത്രം വന്നിരിക്കുന്നത് രോഹിണിയാണ്. രോഹിണി നക്ഷത്രം ശനിയാഴ്ച. നക്ഷത്രം നമുക്ക് അനുകൂലപ്രദമായ നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രം നല്ല നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ്. എങ്കിൽ പോലും ഇന്നത്തെ ദിവസം അത്ര കണ്ട് നല്ലതല്ല. ശനി എന്ന് പറയുമ്പോൾ മന്ദൻ്റെ ദിവസമാണ്, മന്ദത വരുത്തുന്ന ദിവസമാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം കുറച്ച് മന്ദീഭാവം ഉണ്ടാവും. കുറച്ച് അലസതയും മടിയും ഉന്മേഷമില്ലായ്മയും ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് സമയബന്ധിതമായി തീർക്കാൻ കഴിയാത്ത അവസ്ഥയും ഒക്കെ വരുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം. അതുകൊണ്ട് അത് മനസ്സിലാക്കി വേണം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാൻ. അതുപോലെ രോഹിണി നക്ഷത്രം, ധനുമാസത്തിലെ രോഹിണി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ശനി മന്ദനാണ്, ശനി അസുഖത്തെ കൊടുക്കുന്നവനാണ്, ശനി പതുക്കെ സഞ്ചരിക്കുന്നവനാണ്, ശനി കർമ്മവിമുക്തി ഉണ്ടാക്കുന്നവനാണ്. നമ്മളുടെ ദോഷഫലങ്ങളെല്ലാം കുറച്ച് നമ്മളെ പ്യൂരിഫൈ ചെയ്ത് നമ്മളെ നല്ലൊരാളാക്കി മാറ്റുന്ന ആളാണ് ശനി. അപ്പോൾ ശനിയെപ്പോലെ നല്ല ഒരു ഗ്രഹം ഇല്ല. എല്ലാവരും ശനിയെ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? ശനി ശിക്ഷിക്കുന്നവനാണ്. ശരിക്ക് ഗ്രഹങ്ങളിൽ വെച്ച് പോലീസാണ് ശനി. അതുകൊണ്ട് ശനിയെ എല്ലാവരും ഭയക്കുന്നതിന് കാരണം. ഇപ്പോൾ നമ്മൾ ചെയ്ത കർമ്മഫലങ്ങൾ വല്ലതും ചിലപ്പോൾ നമ്മൾ ഇപ്പം ചെയ്തതായിരിക്കത്തില്ല, എപ്പോഴെങ്കിലും ചെയ്ത കർമ്മഫലങ്ങൾ വരെ ഈ കണ്ട ശനിയിൽ, 7 ശനിയിൽ, ശനിദശയിലൊക്കെ നമുക്ക് കൊണ്ട് തന്നു കളയും. അതുകൊണ്ട് ഇതിനെ അതിജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു മുൻകൂർ ജാമ്യം പോലെ നമ്മൾ ഒരു സംരക്ഷണം ഉണ്ടാക്കി വയ്ക്കുന്നതാണ് ശനിയെ പ്രീതിപ്പെടുത്തുക എന്നത്. ഇപ്പോൾ ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക, ശനി വ്രതം നോക്കുക. അതുപോലെ ശനിയുടെ പിതാവാണ് സൂര്യൻ. സൂര്യഭഗവാനെ തൊഴുക ഏറ്റവും എളുപ്പമാർഗമാണ്. ശരിക്കും സൂര്യനിൽ നിന്നുള്ള പ്രകാശം നമ്മളിലേക്ക് ഡെയിലി പതിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഉദയസൂര്യനെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ശനിയുടെ നെഗറ്റീവ് മാറി സൂര്യനിൽ നിന്നുള്ള പോസിറ്റീവ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ നമ്മൾ നെഗറ്റീവ് അകന്നു പോകും. അതുപോലെ തന്നെ ഒരു ശനീശ്വര യന്ത്രം, ശനീശ്വരൻ ധർമ്മശാസ്താവ്, ശനീശ്വര യന്ത്രം നമുക്ക് എല്ലാ കാര്യങ്ങളും ഡിലേ വരാനും അത് മുഖാന്തരം സാമ്പത്തിക നഷ്ടം വരാനും ഒക്കെ ഇടയുള്ളത് കൊണ്ട് ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ഒരു കവചം, ശനി കവചം ധരിക്കുന്നതും നമുക്ക് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നല്ലതല്ല. എന്നാലും ഇന്ന് നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നത് സൂക്ഷിച്ചായിരിക്കണം. രാവുകാല സമയം നോക്കി വേണം യാത്ര തിരിക്കാൻ. അപ്പോൾ അവധി ദിവസമൊക്കെ ആയതുകൊണ്ട് രാവുകാല സമയം നോക്കി വേണം യാത്ര തിരിക്കാൻ. രാവുകാലം 9:41 തൊട്ടാണ് രാവുകാലം തുടങ്ങണേ. കലണ്ടറിൽ ഇട്ടിട്ടുണ്ട് 9 മണി തൊട്ട് 10:30 മണി വരെ രാവുകാലം എന്ന് ഇട്ടിട്ടുണ്ട്. 9:41 തുടങ്ങണതേ ഉള്ളൂ. 11:06 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ രാവുകാലം എന്തിനു പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ കലണ്ടറിൽ കണ്ടിട്ടുള്ള രാവുകാലം നോക്കി ആളിലിറങ്ങും. അപ്പോൾ അത് രാവുകാല സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇറങ്ങുന്നത്. രാവുകാലം തീർന്നെന്നും പറഞ്ഞ് ഇറങ്ങുന്നത് രാവുകാല സമയത്തായിരിക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് രാവുകാലവും അതുപോലെ ഗുളികകാലവും യമകണ്ഠകാലവും ഒക്കെ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി പറയണേ. ഇന്ന് ഗുളികകാല സമയം വരുന്നതും 6:49 തൊട്ട് 8:15 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് ശരിക്കും 1:58 തൊട്ട് 3:24 വരെയും. ഈ സമയങ്ങൾ അതിൽ രാവുകാല സമയ യാത്രയ്ക്കാണെങ്കിൽ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്നത്തെ ദിവസവും ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ അല്ലെങ്കിൽ എന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:08 തൊട്ട് 12:58 വരെയാണ്. ഇതിനിടയ്ക്ക് ഒരു 4 മിനിറ്റ് നേരം ഇല്ലാതെ വരും. എല്ലാ ദിവസവും അങ്ങനെ 2ആയിട്ടാണ് അഭിജിത്ത് മുഹൂർത്തം പോണത്. എങ്കിലും മൊത്തത്തിൽ പറയുമ്പോൾ 48 മിനിറ്റ് നേരം രാവുകാല സമയം ആണ്.
ഈ അഭിജിത്ത് മുഹൂർത്ത സമയമുണ്ട് 48 മിനിറ്റ് നേരം. ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലപ്രദമായി തീരും. ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രത്യേകിച്ച് കറുത്ത കളറോ അല്ലെങ്കിൽ നീല കളറിലോ ഉള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും. അല്ലെങ്കിൽ കറുത്ത പൊട്ടോ അല്ലെങ്കിൽ ഷോളോ എന്തെങ്കിലും കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുന്നത് നമ്മളിലുള്ള ശനിയുടെ നെഗറ്റീവ് മാറ്റി നമ്മളിലേക്ക് പോസിറ്റീവ് ആഗിരണം ചെയ്യാൻ സഹായിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശനീശ്വരൻ്റെ കൃപയാൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.